അങ്ങനെ ബദ്ലഹേം കമ്മ്യൂണിറ്റി കണ്ടു. ഇന്നലെ വീടിടാൻ പറ്റിയില്ല, സ്കൂൾ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ പോയി പടം കണ്ട് വന്നപ്പോഴേക്കും ഒരു ടൈം ലേറ്റായി പോയി. പിന്നെ നല്ല ചെയ്യണം, അങ്ങോട്ട് കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഇന്നിടുന്നത്. ഒന്നുമില്ല, ഓണം അങ്ങോട്ട് തൂക്കി. അതൊരു 1.5 തൂക്ക്. കുറച്ച് വർഷങ്ങളായിട്ട് ഓണം ടൈമിൽ ഇറങ്ങുന്ന ഫീൽ ഗുഡ് റോം കോം സിനിമകളല്ല, കൂടെ ഇറങ്ങുന്ന ആക്ഷൻ പടങ്ങളാണ് ഓണം തൂക്കാറ്. ഇത്തവണ നേരെ തിരിച്ചാണ്. അയൽപ്പക്കത്തെ ഇച്ചായനും പെണ്ണും കൂടി 2026 ഓണം അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. പിന്നെ വീമ്പിളയ്ക്ക് വന്ന ഖലീഫയൊക്കെ വീണ്. പിന്നെ വേറൊരു കാര്യം, ഖലീഫയെ പേടിച്ചിട്ടല്ല ഐ ആം ഗെയിം റിലീസ് മാറ്റിയത്. അതന്നെ പടത്തിലേക്ക് വന്ന പക്ക കോമഡി റോം കോം പടം. ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. ഒരുപാട് റെഫറൻസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളി സാധനമായിരുന്നു. അതുപോലെ നിവിൻ്റെയും മമ്മിയുടെയും പ്രണയവും അവർ ഇമോഷൻസും ഒരുപോലെ നമുക്ക് വർക്കാവും. പടം തുടങ്ങിയ പിന്നെ അതിൽ നമ്മൾ ഇന്നാണ്. പിന്നെ നമുക്ക് കണ്ണെടുക്കാനായിട്ട് പറ്റത്തില്ല. ഗിരീഷേടി മാൻ എന്തോന്നാണ്. ഒന്നൊന്ന് മലയാളത്തിലെ പ്രോമിസിങ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് നിങ്ങൾ മാറി. അത് വെറുതെ ഉണ്ടാക്കിയതല്ല. കൂടെ സംഗീത്, ശ്യാമു, സുരേഷ് ഏട്ടൻ ഇവരൊക്കെ നമ്മളെ ചിരിമ്പ് ചെടങ്ങാറാക്കിയിട്ടുണ്ട്. നന്നായി കണക്റ്റ് ആവും പടം. നിവിൻ പടം പോസിറ്റീവ് റെസ്പോൺസ്, ഫെസ്റ്റിവൽ ടൈം. പിന്നെ പിടിച്ചാൽ കിട്ടില്ല, 1.5 പോക്കാവും. 100-150 കോടിയൊക്കെ ഷുവറാണ്. 2025 ക്രിസ്മസ് തൂക്കിയപ്പോൾ 2026 ഓണവും നിവിൻ അങ്ങ് തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണിലെ രാജാവായി നിവിൻ പോളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി മേജറായിട്ട് റിലീസുള്ളത് നെക്സ്റ്റ് വീക്കിൽ ടോക്സിക്കാണ്. അത് ഇതറിയാൻ ചാൻസ് കുറവാണ്. അതുകൂടി വീണ് കഴിഞ്ഞാൽ ഈ ഓണ ടൈമിൽ ഒരു ഒറ്റ പടം തിയേറ്ററിൽ നിറഞ്ഞൊഴുകുക, നിറഞ്ഞാടുക. അത് ബദ്ലഹേം കമ്മ്യൂണിറ്റി എന്ന ഈ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഡേ 15 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഓപ്പൺ പ്രീസെയിലായിട്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം പബ്ലിസിറ്റി റിവ്യൂ ഇതൊക്കെ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ നിറഞ്ഞൊരുക്കിയിട്ടുണ്ട് തിയേറ്ററിലേക്ക്. ഇത്രയും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുക്ക് മൈ ഷോക്ക് നിന്ന് കത്തിയിട്ടുണ്ട് രാത്രിയോടെയാണ് കേട്ടത്. ബഹ്മാരി ബുക്കിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഏതിന് കാരണം ഒരു ഡൗട്ടും വേണ്ട, നേരെ കൗണ്ടറിൽ പോവാം. ബദ്ലഹേം കമ്മ്യൂണിറ്റി ഇത്രയേ വേണ്ടൂ. പടം അന്യായി അടിച്ചിട്ടുണ്ട്. ഈ ലെവൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് പോകുന്നൊക്കെ എന്താ നമുക്ക് എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചാൽ 100-150 കോടിയൊക്കെ ഷുവറായിട്ടും പടം തൂക്കും. അത് ഉറപ്പാണ്. ഫസ്റ്റ് ഡേനെ 15 ആയിട്ടുണ്ട്, സെക്കൻഡ് ഡേ ഇതേപോലെ കളക്ഷൻ നിലനിന്ന് സിനിമ പോവുകയാണെങ്കിൽ. പക്ഷേ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അതൊരു പണിയാണോ നമുക്കറിയത്തില്ല. എന്തായാലും പടം തൂക്കി. ഇങ്ങനത്തെ ഇതുപോലെ പടങ്ങൾ ശരിക്കും ഓണത്തിന് കിട്ടാണ്ട് എന്ന് തിയേറ്ററിലോട്ട് ഇറങ്ങുമ്പോൾ അതേ സന്തോഷങ്ങളുണ്ടാവണം. അപ്പം കൊടുത്ത പൈസ മുതലേ നമുക്ക് തോന്നണം. അത് നമുക്ക് ഇവിടെ തോന്നും. കീടിലെ പടം ഇപ്പം നിലവിൽ പോയിട്ട് പോയിട്ട് പോയി കണ്ടോ, മിസ്സാക്കണ്ടേടാ. അപ്പോൾ ബൈ.